ശിക്ഷാ ഇളവിനെതിരെ ബിൽക്കിസ് ബാനുവും മറ്റ് ഹർജിക്കാരും ഉന്നയിച്ച ഏതാണ്ട് എല്ലാ വാദങ്ങളും 56 മിനിറ്റ് നീണ്ടുനിന്ന വിധി പ്രസ്താവത്തിൽ ജസ്റ്റിസ് ബി നാഗരത്ന ശരിവച്ചു. പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്നും അവകാശമുണ്ടായിരുന്നത് വിചാരണ നടന്ന മഹാരാഷ്ട്രയിലെ സർക്കാരിനാണെന്നും ബെഞ്ച് വ്യക്തമാക്കി. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് പ്രതികളുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതെന്ന് ഗുജറാത്ത് സർക്കാരിന് അറിയാമായിരുന്നു. എന്നാൽ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കുന്നതെന്നാണ് ഗുജറാത്ത് സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവിൽ പിഴവുണ്ടെന്ന് ബോധ്യമായിരുന്നുവെങ്കിൽ അത് തിരുത്താൻ ഗുജറാത്ത് സർക്കാർ പുനഃപരിശോധനാ ഹർജിയായിരുന്നു നൽകേണ്ടിയിരുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കേസിലെ പ്രതികളിൽ ഒരാൾ വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ടാണ് കോടതിയെ കബളിപ്പിച്ചുകൊണ്ട് മുന്നുത്തരവ് കരസ്ഥമാക്കിയതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. Is an order which was obtained by playing fraud upon this court. All facts were not placed before the court. If such an order is obtained, that order has no meaning in the eyes of law. It is a nullity in the eyes of law. വിധി പ്രസ്താവത്തിൽ ശക്തമായ ചില നിരീക്ഷണങ്ങളും ജസ്റ്റിസ് ബി നാഗരത്ന നടത്തിയിരുന്നു. ഒരു സ്ത്രീ ബഹുമാനം അർഹിക്കുന്നു. സ്ത്രീകൾക്കെതിരെ ക്രൂരമായ അതിക്രമം നടത്തിയവർക്ക് ശിക്ഷാ ഇളവിന് അർഹതയുണ്ടോ എന്നും ജസ്റ്റിസ് ബി നാഗരത്ന ആരാഞ്ഞു. നിയമം ലംഘിച്ച കുറ്റവാളികളെ തിരികെ ജയിലിലേക്ക് അയച്ചേ മതിയാകൂ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ജയിലിന് പുറത്തു കഴിഞ്ഞുകൊണ്ട് ശിക്ഷാ ഇളവിനായി മഹാരാഷ്ട്ര സർക്കാരിന് പുതിയ അപേക്ഷ നൽകാൻ അനുവദിക്കണമെന്ന കുറ്റവാളികളുടെ ആവശ്യവും കോടതി തള്ളി. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.